ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ. ഞാനിവിടെ പറയുന്നത് 2026 വിഷുഫലത്തെക്കുറിച്ചാണ്. കഴിഞ്ഞുപോയ വർഷത്തിൽ ഉണ്ടായിരുന്ന സുഖദുഃഖങ്ങളിൽ നിന്നും പുതിയൊരു അധ്യായം തുറക്കുന്ന, സന്തോഷത്തിൻ്റേതായിട്ടുള്ള അധ്യായം തുറക്കുന്ന സമയമാകട്ടെ നമ്മുടെയൊക്കെ ഈ ഒരു വർഷത്തെ വിഷു. ഈ ഒരു വർഷക്കാലം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ശ്രേയസ്സും അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും സർവേശ്വരകാരകനായിരിക്കുന്ന ജഗദീശ്വരനിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ച ഓരോരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ. ഉത്രാടം നക്ഷത്രം 45 നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്ന മകരം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം സർവേശ്വരകാരകനായിരിക്കുന്ന ഭഗവാൻ തൻ്റെ ഉച്ചരാശിയിൽ ബലവാനായിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് ശനീശ്വരൻ 3-ാം ഭാവത്തിലെ സ്ഥിതിയും മൂലം മകരം രാശിക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായ പ്രതിസന്ധി ഘട്ടങ്ങളെയും വിഷമതകളെയും മറികടന്ന് നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്തോഷവും സമാധാനവും നിലനിൽക്കും. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ഗൃഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ മേഖലകളിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് അനുകൂല സമയമാണ്. ഇനി ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ളതായ ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠന വിഷയത്തിൽ നല്ല മികവ് പുലർത്തുവാനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.